എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അതായത് ഇന്ന് വൈകുന്നേരം ഏകദേശം 5 മണി 6 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ LBS വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ID അതുപോലെ പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ പോകുന്ന സമയത്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്, അതായത് ആ ഒരു രീതിയിലാണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ലോഗിൻ ചെയ്ത പേജിൽ തന്നെ സൈഡിലായിട്ട് ഇതേപോലെ 3 ലൈൻസ് കാണാം. അപ്പോൾ ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളതിൽ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് അതുപോലെ തന്നെ ആ ഒരു ലിങ്ക് അതുപോലെ മറ്റ് ലിങ്കുകളും കാണാൻ പറ്റും. അപ്പോൾ അതിൽ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് നമ്പർ അതുപോലെ തന്നെ കോട്ട അതുപോലെ ഓപ്ഷൻ, അതായത് കോളേജ്, കോഴ്സ് എന്നിങ്ങനെയൊക്കെ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് നമ്പർ എത്രയാണ്, അതായത് 1 ആണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, 2 ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ 3 ആണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ്, എത്രാമത്തെ ഓപ്ഷനിലാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണ് കിട്ടിയതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിർബന്ധമല്ല. കാരണം നിങ്ങൾക്ക് അത് ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്, അതായത് ആ ഒരു കോളേജ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 2 ഓപ്ഷൻ ഉണ്ടാകും. ഒന്നാമത്തേത് ഓൺലൈൻ പേയ്മെൻറ്റ്, അതുപോലെ രണ്ടാമത്തേത് ചലാൻ ഉപയോഗിച്ചുകൊണ്ടുള്ളത്. ഓൺലൈൻ പേയ്മെൻറ്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇതുപോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈൻ പേയ്മെൻറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് വഴിയാണ് അടക്കേണ്ടി വരിക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് വഴി നിങ്ങൾക്ക് ആ ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം ആ ഒരു ചലാൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും അതിനുശേഷം നിങ്ങളുടെ ചലാൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് തിരികെ, അതായത് ബാങ്കിൻ്റെ സീലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തിരികെ തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബാങ്ക് വഴിയാണ് നടക്കുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതായിട്ടുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അതായത് ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം, അതായത് ലോഗിൻ ചെയ്ത പേജിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫീ പേയ്മെൻറ്റിൻ്റെ, അതായത് റെസിപ്റ്റ് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് നേരത്തെയുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളൊരു ഓപ്ഷൻ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അവിടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ എടുക്കാവുന്നതും അതിനുശേഷം പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ കോളേജിൽ പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ, അതായത് ആ രീതിയിൽ ഒരു താല്പര്യമുണ്ടാകും. അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം, അതിൽ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറണം, കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്നുള്ള ആ ഒരു രീതിയിലുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ കിട്ടിയുള്ള ഓപ്ഷൻ ഒട്ടും താല്പര്യമില്ലാത്ത ഓപ്ഷനാണ്, അത് എനിക്ക് ഒരിക്കലും അവിടെ അഡ്മിഷൻ ആ ഒരു കോഴ്സിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് വിദ്യാർത്ഥികളുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് അടുത്ത സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് തരും. അതായത് NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചില സെൽഫ് ഫിനാൻസ് കോളേജിൽ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതല്ല. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എന്താണ് NOC എന്നുള്ളത്. NOC എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് എതിർപ്പില്ല രേഖ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാവുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു NOC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എതിർപ്പില്ലാ രേഖ എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള പേര്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു NOC സർട്ടിഫിക്കറ്റ് തരുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ അടച്ചിട്ടുള്ള ഫീസ് അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ്സ് എന്നിവ നിങ്ങൾക്ക് തിരികെ തരുന്നതാണ് എന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ്. അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ അടച്ചിട്ടുള്ള ഫീസും നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് ആ ഒരു NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ചില കോളേജ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയാറുണ്ട്. അത് കൊടുക്കണമെന്നുള്ളത് കോളേജിന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ആ ഒരു കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ അവിടെ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് അടുത്ത മൂന്നാമത്തേതുണ്ട്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ആ ഒരു കിട്ടിയുള്ള ഓപ്ഷൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികൾ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതായത് കോളേജിൽ ജോയിൻ ചെയ്യാതെ പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിലേക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോഴ്സാണ് എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ അഡ്മിഷൻ നേടാൻ പറ്റുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ആ ഒരു കോഴ്സ് ആ ഒരു ടൈമിൽ താല്പര്യമില്ലാതിരിക്കുകയും പിന്നീട് ആ ഒരു കോഴ്സ് പഠിക്കാൻ വീണ്ടും മുൻപ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ മാറാൻ പറ്റുമെന്ന് ചോദിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിലും ചിലർ ചോദിക്കുന്ന കാര്യമാണ് ആദ്യം ലഭിച്ച കോളേജിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യലോ സ്പോട്ടിലോ NOC വെച്ച് പങ്കെടുക്കുകയും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അപ്പോൾ ലഭിച്ച മുൻപ് ലഭിച്ച ആ ഒരു കോളേജ് മതി, അപ്പോൾ ലഭിച്ച ആ ഒരു കോളേജ് വേണ്ട എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ മാറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു കോളേജിൽ നിന്നും നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു. ഒരു ഉദാഹരണത്തിന് A എന്ന കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് B എന്ന കോളേജിലേക്കുള്ള അഡ്മിഷൻ അതുപോലെ B എന്ന കോളേജിൽ C എന്ന കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ വെക്കുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ഇവിടുത്തെ സീറ്റ് ഡിലീറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം പിന്നീട് ഇവിടെ നിങ്ങൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിനുശേഷം കോളേജിൽ അടച്ച ഫീസൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു തരും, സർട്ടിഫിക്കറ്റ് തിരിച്ചു തരും. പിന്നീട് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ അഡ്മിഷൻ അവിടെ നിലനിൽക്കുകയും അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം പങ്കെടുക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു മുൻവർഷം അതേ രീതിയിൽ ചോദിക്കാറുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ അവർക്ക് ആ ഒരു കോഴ്സ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പിന്നീട് ആ ഒരു കോഴ്സ് തന്നെ മതി എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ബാക്കി വരുന്ന സീറ്റിലേക്കും അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജസ് വരികയാണെങ്കിൽ ആ ഒരു കോളേജിലെ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിഷൻ എടുക്കാതെ പിന്നീട് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നീട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് AMCS FNCKയിലോ PSC മേഖലയോ നിങ്ങൾക്ക് കിട്ടി അങ്ങോട്ടേക്ക് മാറാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ മാറാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് LBSൽ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് തിരികെ റീഫണ്ട് കിട്ടാനായിട്ട് ഏകദേശം 1 മാസമല്ല 3 മാസത്തോളം വരും. കാരണം അഡ്മിഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് റീഫണ്ടിനുള്ള റിക്വസ്റ്റൊക്കെ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു LBSൽ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് PSC മേഖലയോ AMCS FNCKയിലോ കിട്ടിയാൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല. കാരണം ഇത് 3 സെപ്പറേറ്റ് ആയിട്ടുള്ള ഏജൻസികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു 6 മണി അല്ലെങ്കിൽ 5 മണിയോടെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ സാധാരണയിൽ ആ ഒരു വൈകുന്നേരം ആ ഒരു സമയത്താണ് പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസത്തിനകം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ദിവസത്തിനകം അഡ്മിഷൻ എടുക്കാത്തവർക്ക് ആ ഒരു കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും. പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വേണമെങ്കിൽ പങ്കെടുക്കാവുന്നതും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യം അടുത്തൊരു വീഡിയോ ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.